എൻ്റെ പേര് റോണി ബാബു. ഇതെൻ്റെ വൈഫ് ഷെറിൻ. ഞങ്ങൾ യു എസിലെ ടെക്സാസിൽ നിന്ന് വരുന്നു. പാലാ രൂപതയിൽ രാമപുരം ഇടവകയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഞാനിവിടെ അമ്മേ മാതാവിന് വേണ്ടി സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് എനിക്ക് യു എസ് എയിലൊരു ജോലി കിട്ടിയതിനെക്കുറിച്ച് പറയാനായിട്ടാണ്. അത് പറയുമ്പം ഞാൻ ഇവിടുന്ന് യു എസിലേക്ക് പോകാനായിട്ട് നല്ലൊരു അനുഗ്രഹം അമ്മേ മാതാവ് എനിക്ക് തന്നു. അവിടെ ചെന്ന് ഒരുപാട് അപ്പോയിൻമെൻറ്റുകളും ഒരുപാട് ഇൻ്റർവ്യൂ ലെറ്റേഴ്സും ഒക്കെ ഞാൻ ആപ്ലിക്കേഷൻ വെച്ചു. എന്നിട്ടും എനിക്കതിൻ്റെ ഒരു റിസൾട്ട് വരുന്നില്ലായിരുന്നു. എല്ലാത്തിനും ഒരു റിജക്ഷൻ ലെറ്ററാണ് വന്നുകൊണ്ടിരുന്നത്. അവിടെ ചെന്നിട്ട് ഞാൻ ആദ്യം കയറിയതൊരു ചെറിയ ടെക്നീഷ്യൻ ജോലിക്കായിരുന്നു. അത് എനിക്ക് ഒരുപാട് കാലുവേദനയും ഒരുപാട് ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടായിട്ടും ഞാനിങ്ങനെ നല്ലൊരു ജോലിക്ക് വേണ്ടി ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പം അമ്മേ മാതാവിനടുത്ത് ഞാൻ സ്ഥിരമായിട്ട് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഞാൻ ഉദ്ദേശിച്ചേക്കാൾ നല്ലൊരു പൊസിഷനിൽ ഞാൻ നാട്ടിൽ ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ വിചാരിച്ചില്ല അത്രയും നല്ലൊരു ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലി കിട്ടുമെന്ന്. അപ്പോൾ അത്രയും നല്ലൊരു ഹോസ്പിറ്റൽ എനിക്ക് ടെക്സാസിൽ ഞാൻ ഉദ്ദേശിച്ചേക്കാളും സാലറിയിൽ എനിക്ക് നല്ലൊരു ജോലി ശരിയായി. അമ്മേ മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ പാലായിലും രാമപുരത്തും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. ചെറുപ്പം മുതലേ എനിക്ക് ദൈവവിശ്വാസം ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ അവിടെ പ്രാർത്ഥിച്ചു ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും എനിക്ക് ആ ഒരു റിസൾട്ട് വരാതെ വന്നപ്പം ഞാൻ അമ്മേ മാതാവിനെ മുറുകെ പിടിച്ചു. അമ്മേ മാതാവിൻ്റെ കാശ് രൂപമാണ് ഞാൻ കൂടുതലായിട്ടും എൻ്റെ കയ്യിൽ വെച്ച് ഞാൻ ആപ്ലിക്കേഷൻ വെക്കുമ്പോഴും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴും ഞാൻ തിരി കത്തിച്ച് വെച്ച് എൻ്റെ കാശ് രൂപൻ കൈപ്പിടിച്ച് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. ഈവൻ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് പോലും എൻ്റെ കയ്യിൽ കാശ് രൂപം ഉണ്ടായിരുന്നു. അതിലൂടെ എനിക്ക് ആ ജോലി കിട്ടിയതിന് എനിക്ക് 1000 നന്ദി ഞാൻ പറയുന്നു. രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ വൈഫിന് RN പാസ്സായി ജോലി കിട്ടിയ ഒരു കാര്യമാണ്. എൻ്റെ വൈഫിന് RN എക്സാം പാസ്സായി ജോലി കിട്ടി. അതിൻ്റെ സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. വൈഫ് അമേരിക്കയിൽ തന്നെ പഠിച്ച് വളർന്ന ആളാണ്. അപ്പം ഉറപ്പായിട്ടും ഞാൻ ഫസ്റ്റ് ടൈമിൽ തന്നെ RN പാസ്സാവും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പം അതിനിടയ്ക്ക് തന്നെ ഈ ഇൻറ്റേൺഷിപ്പ് അവിടെ തുടരുകയും അതുവഴി വൈഫിന് ഓൾറെഡി ജോലിയുടെ ഓഫർ കിട്ടിയിരുന്നു. പക്ഷേ RN പാസ്സാകാതെ ആ ജോലിയിലേക്ക് കയറാനൊക്കത്തില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. എന്ന് വെച്ചാൽ ആദ്യത്തെ RN പാസ്സായപ്പം ജോലി ഓൾറെഡി ഉണ്ട്. അതിലേക്ക് ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ അത് കിട്ടിയില്ല. അത് ഞങ്ങൾക്കപ്പോൾ ഒരു ഷോക്ക് പോലെയായിരുന്നു. എന്തുകൊണ്ട് ഇത് കിട്ടിയില്ല, അവിടെ തന്നെ പഠിച്ചിട്ടും എന്തുകൊണ്ട് കിട്ടില്ല എന്നൊരു വിഷമത്തിലേക്ക് പോയി. പിന്നെ ഞാനും എൻ്റെ വൈഫും വിശ്വാസത്തോടെ അമ്മേ മാതാവിൻ്റെ അടുത്ത് കാശ് രൂപം പിടിച്ച് രാവിലത്തെയും വൈകുന്നേരത്തെയും പ്രാർത്ഥന തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് പിറ്റത്തെ അടുത്ത അറ്റംപ്റ്റിൽ തന്നെ ഒറ്റ എഴുത്തിൽ തന്നെ അവൾ RN എക്സാം പാസ്സായി. ആ ജോലി നമ്മൾ വിചാരിച്ച ആ ജോലിക്ക് തന്നെ കയറാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കും ഇപ്പോൾ ഒരു നല്ല ജോലി അവിടെ സെയിം ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ജോലിയുണ്ട്. ഒരേ സമയത്ത് പോകാൻ വരാം. അങ്ങനെ ഒരു അവസരം അമ്മേ മാതാവ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരുടെയും കരിയർ ഇത്രയും നല്ലൊരു വലിയൊരു ഉയർച്ചയിലേക്ക് തന്ന അമ്മേ മാതാവിന് ഞങ്ങൾ 2 പേരും മനസ്സ് നിറഞ്ഞ നന്ദി അമ്മേ മാതാവിൻ്റെ അടുത്ത് പറയുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. അതുകൂടാതെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങൾ 2 പേരും ചെയ്തുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട ഓരോ കുടുംബത്തെ പഠിക്കാനായിട്ട് സഹായിക്കുന്നതും, എൻ്റെ വൈഫ് പഠിക്കാൻ വേണ്ടി ഒരു നേഴ്സിങ്ങിന് വേണ്ടിയൊരു കുടുംബത്തെ സഹായിക്കുന്നുണ്ട്. അതുപോലെ എനിക്ക് ഒരു നാട്ടിൽ വരുമ്പം പലവരെയും ഞാൻ ഫിനാൻഷ്യലി സഹായിക്കാനായിട്ട് ഒരു അവസരം കിട്ടുമ്പോൾ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണേലും പള്ളിയിൽ പോകുന്ന കാര്യത്തിലാണേലും ഞങ്ങൾ 2 പേരും ഏറ്റവും കൂടുതൽ സമയങ്ങൾ വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ പോകാൻ അവസരം കിട്ടുമ്പോൾ അമേരിക്കയിൽ പോകാനായിട്ട് കുറച്ച് ജോലി കഴിഞ്ഞിട്ട് സമയത്തിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും വെള്ളിയാഴ്ചകളിൽ എനിക്ക് സാധിക്കുന്നിടത്തോളം ഞാൻ പോകാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ അങ്ങനെ കാരുണ്യപ്രവർത്തികളിലും ഞങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് വന്നു. പിന്നെ ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥനയുടെ ഒരു രീതി തന്നെ ഞങ്ങളുടെ 2 പേരുടെയും മാറിയിട്ടുണ്ട്. പണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് കൂടുതലും എനിക്ക് ഇന്ന കാര്യം വേണം, ദൈവമേ എനിക്ക് ജോലി കിട്ടണേ, എനിക്ക് എക്സാം പാസ്സാകാൻ പറ്റണേ, അങ്ങനെ രീതിയിൽ മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിനുശേഷം ഇങ്ങനെ മാതാവിനോടൊരു വിശ്വാസം ഉണ്ടായതിന് ശേഷം എൻ്റെ പ്രാർത്ഥനാ രീതി എങ്ങനെ ഒരു രീതി തന്നെ മാറിയിട്ട് ഇപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറണമെന്നും അതുപോലെ
അങ്ങയുടെ രീതിയിൽ എനിക്ക് മുന്നോട്ട് പ്രാർത്ഥനയിലും ഉടമ്പടിയിലും എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണമെന്നും. കാരണം പല സാഹചര്യങ്ങളിലും ചിലപ്പോൾ ഉടമ്പടിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കാതെ, പ്രാർത്ഥന സമയത്ത് ചെല്ലാൻ പറ്റാതെ, നേരെ പോകാൻ പറ്റാതെ വരുമ്പോഴൊക്കെ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഉടമ്പടിയിൽ എനിക്ക് ദൈവവുമായിട്ടുള്ള ഉടമ്പടിയിൽ എനിക്ക് കറക്റ്റായിട്ട് പോകാൻ സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ വിശ്വാസം. ആ ഉടമ്പടിയിൽ നേരെ പോകുമ്പം ബാക്കി എല്ലാ കാര്യങ്ങളും അതിലേക്ക് വന്നു ചേരും എന്ന് എനിക്കൊരു വിശ്വാസമുണ്ടായി. അപ്പോൾ പ്രാർത്ഥനാ രീതി തന്നെ ഞാൻ മാറ്റി. അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 31-ാം തിരുവചനം. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു പുത്രനായ ക്രിസ്തുവാണെന്ന്, യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുന്ന നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം ജീവൻ ഉണ്ടാകണമെന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ എപ്പോഴും പറയുന്നത്. യേശു കർത്താവാണെന്ന് നാം ഏറ്റുപറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് ആണ് ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് വരുന്ന ഒരു വലിയ ജീവിത സാഫല്യം. യേശു കർത്താവാണെന്ന്, മരിച്ചവരിൽ നിന്ന് അവിടുത്തെ ഉയർത്തി അവിടുന്ന് ഇന്നും ജീവിക്കുന്നു എന്ന് ഏറ്റുപറയുവാനുള്ള ഒരു വലിയ ധൈര്യമാണ് ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്കുണ്ടാകുന്നത്. അതിലൂടെ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന സുവിശേഷ പ്രഘോഷണം, അതിലൂടെ നാം യേശുവിനെ കൈമാറുന്ന രീതികളെല്ലാമാണ് ഇപ്പോൾ ഇവിടെ ഡോക്ടർ റോണിയും മിനിയും കൂടി നമ്മോട് ഷെയർ ചെയ്യുന്നത്. ഇവരെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായ ഇവരെ ഈ അൾത്താരയിലേക്ക് ഉയർത്തിയ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഡോക്ടർ റോണിക്ക് ടെക്സസിൽ US ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിലായിരുന്നു. അദ്ദേഹത്തെ പരിശുദ്ധ അമ്മ വഴി നടത്തിയ രീതികളായിരുന്നു അദ്ദേഹം ഇപ്പോൾ നമ്മോട് ഷെയർ ചെയ്തിരുന്നത്. എപ്പോഴും കാശുരൂപം പിടിച്ച് അല്ലെങ്കിൽ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായും അദ്ദേഹം ഏറ്റെടുക്കുകയും പരിശുദ്ധ അമ്മയെ കൂടെ കൊണ്ടു നടക്കുകയും സഞ്ചാരി മാതാവിൻ്റെ കൂടെയുണ്ടെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നേറാൻ സാധിച്ചു എന്നാണ് ഈ ഡോക്ടറിൻ്റെ ഒരു വലിയ സാക്ഷ്യം. എത്ര തന്നെ ബുദ്ധിയുണ്ടായാലും, എത്ര തന്നെ സാമർഥ്യവും അതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടെങ്കിൽ തന്നെയായാലും കൃപയില്ലെങ്കിൽ ഞാനൊന്നുമല്ല എന്ന് വിശുദ്ധ പൗലോസ്ലീഹ നമ്മോട് ഏറ്റു പറയുന്നു. നമുക്ക് ബലഹീനതകൾ ഉണ്ടാകുമ്പോഴും പൗലോസ്ലീഹ അത് തന്നെയാണ് പറയുന്നത്. 3 പ്രാവശ്യം അദ്ദേഹം പ്രാർത്ഥിച്ചു, ഈ മുള്ള് എന്നിൽ നിന്ന് എടുത്തു മാറ്റപ്പെടട്ടെ എന്ന്. അതിനുശേഷം ഈശോയിൽ നിന്ന് ലഭിച്ച മറുപടി ഇതായിരുന്നു, നിനക്ക് എൻ്റെ കൃപ മതിയെന്ന്. കൃപയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും മനോഹരമായ ഉടമ്പടിയിലെ അവസ്ഥ. ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തന്നെയാണ്. നമ്മുടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുക എന്നതിൽ നാം ഉയരേണ്ടത് കൃപ ലഭിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയ പ്രാർത്ഥനയാണെന്ന് അദ്ദേഹം എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ വൈഫ് മിനിക്കും ഇവിടെ ഒരു RN എക്സാം പാസ്സാകേണ്ട ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ ജീവിച്ച് വളർന്ന കുട്ടികൾക്ക് ഒരു പക്ഷേ അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലെന്ന് നാം ചിന്തിച്ചേക്കാം. പക്ഷേ മിനിക്ക് അവിടെ ഒരു ടെസ്റ്റിംഗ് പോയിൻ്റായിരുന്നു. നമ്മുടെ വിശ്വാസത്തെയും വിശ്വസ്തതയെയും മാറ്റുരച്ച് നോക്കുന്ന ഒരു വലിയ എക്സ്പീരിയൻസായി ഇത് മാറുകയായിരുന്നു. അവിടെയുള്ളവർക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതിനേക്കാൾ ഉപരി വിശ്വാസത്തെ മാറ്റുരയ്ക്കുന്ന ഈ ഒരു സംഭവത്തിലേക്ക് നാം കടക്കുമ്പോൾ നാം വെറും ഒരു രജിസ്റ്റേർഡ് നേഴ്സാകുക മാത്രമല്ല, രോഗികളെ ശുശ്രൂഷിക്കാനുള്ള വലിയ കൃപകളും രോഗികളെ മനസ്സിലാക്കാനുള്ള വലിയ കൃപ, ജീവിത സാഹചര്യങ്ങളിലുള്ള വ്യക്തികളുടെ ജീവിതങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ള വലിയ ഗ്രേസ് അവർക്ക് കിട്ടുന്ന ഒരു വലിയ ജീവിത സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നാം നമ്മുടെ പഠിക്കുന്ന എല്ലാ മക്കളെയും, പഠനത്തിൽ ബുദ്ധിമുട്ടുള്ള എല്ലാ മക്കളെയും, ജീവിതത്തിൽ തോറ്റുപോകുന്ന എല്ലാ മക്കളെയും, വഴിവിട്ട ജീവിതങ്ങളെയും നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് മെഡിക്കൽ ഫീൽഡിലായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.